നമ്മുടെ വീട് മുഴുവൻ ബൊഗൈൻവില്ല കൊണ്ട് ഇതേ പൂവിട്ടേക്കാണ് കണ്ട. അപ്പോൾ ഇതുപോലെ ഒരു ചെടിയോ കുറേ ചെടിയോ ഉള്ളവർക്കൊക്കെ ബൊഗൈൻവില്ല ഇതുപോലെ കമ്പിൽ പൂവുണ്ടാവുന്ന ടിപ്സൊക്കെ നമ്മൾ ഒരു 4-5 വീഡിയോ ആയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുത്. നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും സിമ്പിളായിട്ട് ഉള്ള വളം ഉപയോഗിച്ച് എത്രയും നിറയെ പൂക്കൾ ഉണ്ടാക്കാൻ പറ്റുന്നുള്ള വീഡിയോ ആണ് നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് പറഞ്ഞുതരപ്പോൾ നോക്കിയാൽ എൻ്റെ ഒരു 9 കളറുണ്ട് കണ്ടു. അപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയല്ലേ കാണാൻ, നല്ല രസമായിട്ട് വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് നോക്കിയേ, ഇത് വിരിഞ്ഞ് തുടങ്ങി അല്ലേ, പക്ഷേ ഇവിടെ നോക്കിയേ വന്നു തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ നമ്മൾ നമ്മുടെ മറ്റേ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാവും കണ്ടു പൂക്കൾ, അതുപോലെ നമ്മുടെ കയ്യിലുള്ളൊരു ഉണ്ടയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇതൊക്കെ ആദ്യം വിരിഞ്ഞ ഭാഗങ്ങളാണ് ഉണ്ട്. അപ്പോൾ ഇതിനൊരു ലൈറ്റ് ഷെയ്ഡ് വന്നു തുടങ്ങി. അപ്പോൾ ഇത് നമ്മൾ ഉണങ്ങി കട്ട് ചെയ്ത് കളയും, അപ്പോഴേക്കും നമുക്ക് അടുത്തത് വരും. അപ്പോൾ നമ്മളിനി ഈ വീഡിയോയിൽ എങ്ങനെ നനയ്ക്കണമെന്നും കൂടി ഉള്ളത് പറയുന്നുണ്ട് കേട്ടോ. എല്ലാ പൂവും ഉണ്ടായി കഴിഞ്ഞാൽ അതിന് നനയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഉണ്ട്. നമ്മുടെ വയലറ്റ് ഒരുവിധം എല്ലാ ഭാഗവും പൂവിട്ടു. പിന്നെ ഇതൊരു വേറൊരു വെള്ളയാണ്. ഈ വെള്ളയുടെ പൂവ് ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ അപ്പോൾ പൊട്ടിപ്പോവും. അപ്പോൾ അതിൻ്റെ ഒരു കമ്പ് നോക്കി ഞാൻ ഉണ്ട്, ഇല പൊട്ടിച്ച് കളഞ്ഞപ്പോൾ അത് അവിടെയും പൂവിടാൻ തുടങ്ങി. ഇങ്ങനെ കൊലകൾ ഉണ്ടായി നിൽക്കുമല്ലോ, അപ്പോൾ അതിൻ്റെ തുമ്പത്ത് കണ്ടോ അടുത്ത സെക്ഷൻ വരും. അപ്പോൾ ഇത് ഉണങ്ങും ചെയ്യും. സാധാരണ കാണുന്ന ഇതൊക്കെ ഇങ്ങനെ വീണ് കിടക്കുകയാണെങ്കിൽ ഇതിൻ്റെ തുമ്പത്ത് നന്നായി പൂവുണ്ടാവും. ഇനി ഈ തുമ്പത്ത് പൂവുണ്ടായതൊക്കെ നമ്മളിനി ഇവിടെയൊക്കെ വെട്ടി കഴിഞ്ഞാൽ ഉടനെ ഇനി ഇവിടെയൊക്കെ നിറയെ പൂവിടാൻ തുടങ്ങും കേട്ടോ. നമ്മുടെ ഉള്ള വേറൊരു കളറാണിത്, അതായത് ഡാർക്ക് ഇതുമല്ല, ഇതിൻ്റെ ചെറിയൊരു വ്യത്യാസം അല്ലേ രണ്ടും കൂടിയിട്ട്. ഇതിൻ്റെ ഇങ്ങനെയുള്ളൊരു രണ്ടും കൂടി നിൽക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഭംഗി. ഇത് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് കൊഴിഞ്ഞു തുടങ്ങി. അപ്പോൾ ഇവിടെ സെക്ഷനിൽ പൂവിട്ടു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതൊക്കെ വെട്ടിക്കളയണം, അപ്പോൾ ഭംഗിയാവൂട്ടാം. പിന്നെ നമ്മുടെ ഞാനൊന്ന് ഗ്രാഫ്റ്റ് ചെയ്ത് പരീക്ഷിച്ച് നോക്കിയതാണ് ഈ ബൊഗൈൻവില്ല, അതായത് ഈ കളറിൽ ഇത് ചെയ്തതാണ്. അപ്പോൾ അത് പിടിച്ച് കിട്ടി. 3 ചെയ്തു, ഒരെണ്ണം മാത്രം പിടിച്ചത് വയലറ്റിൻ്റെയാണ്. അപ്പോൾ അത് പൂവിടാൻ തുടങ്ങിയിട്ടുണ്ട്, ഇതിൻ്റെ ഇല കളയാറായിട്ടുണ്ട്. വേറൊരു കളറാണത്, ഇത് ഉണ്ടയായിട്ട്, ഇത് എപ്പോഴും ഇങ്ങനെ ഉണ്ടയായിട്ട് ഉണ്ടാവും കേട്ടോ. അത് വേണ്ട, ഇതിൻ്റെയും എല്ലാ തുമ്പിലും ഇതുപോലെ ഉണ്ടാവും. ഇനി തുമ്പ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ വെട്ടി കഴിഞ്ഞാൽ ഇതിൻ്റെ കണ്ടോ ഈ കമ്പിലൊക്കെ നോക്കി നിങ്ങൾ കണ്ടോ, ഇതിലൊക്കെ ഇതുപോലെ പൂവിടും. നമ്മുടെ ഹൈറ്റിലുള്ള ബൊഗൈൻവില്ലകളാണ്, അതായത് നമ്മൾ താഴത്താണ് ഇത് കുഴിച്ചിട്ടുണ്ടായിരുന്നത് ആദ്യം. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ കട കണ്ടു ഭയങ്കര തിക്കാണ് എൻ്റെ ബൊഗൈൻവില്ലയുടെ ഒക്കെ. ഇതാണ് കാരണം, നമ്മൾ താഴത്ത് കുഴിച്ചിട്ടിട്ട് പിന്നെ അത് ഭയങ്കര വീടിൻ്റെ മുകളിലൊക്കെ പോയി ശല്യമായപ്പോൾ പറിച്ച് ചട്ടിയിലാക്കിയതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കമ്പ് കണ്ടു, എല്ലാ ഇലയുടെയും മുള്ളിൻ്റെയും കമ്പിൽ പൂവുണ്ടായി. ഇത് പൂവുണ്ടായി കഴിഞ്ഞപ്പോൾ നമ്മളിതിൻ്റെ തുമ്പ് വെട്ടിയതാണ്. അപ്പോൾ എന്തായി, എല്ലാ ഇലയുടെ കമ്പിലും പൂവുണ്ടായി. കണ്ടില്ലേ എന്ത് ഭംഗിയാണ് കാണുന്നത്. ഇതിന് വിരിഞ്ഞാൽ ഒന്നും കൂടി ഭംഗിയാവും. അപ്പോൾ നമ്മളിത് നനയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും പൂവുമ്മ വെള്ളം വീഴരുത് കേട്ടോ. പൂവുമ്മ വെള്ളം വീണാൽ പെട്ടെന്ന് പൂവിന് പ്രശ്നം, അത് കൊഴിയുകയും ചെയ്യും. അപ്പോൾ അത് ശ്രദ്ധിക്കണം, കടക്കിൽ മാത്രം ഒഴിക്കണം. പിന്നെ ചിലർ പറയും ബൊഗൈൻവില്ല നനയ്ക്കാതെ ഇടണമെന്നൊക്കെ. അത് നനയ്ക്കാതെ ഇടേണ്ടത് പൂ വിരിയുമ്പോഴല്ല, പൂ വിരിയുമ്പോൾ നമ്മൾ എന്തായാലും നനയ്ക്കണം. ചെടി വാടാനായിട്ട് നമ്മൾ അനുവദിക്കരുത്. നമ്മൾ വെട്ടുന്ന സമയത്തൊക്കെ നമുക്ക് വേണമെങ്കിൽ 2 ദിവസമൊക്കെ വേണമെങ്കിൽ വെള്ളം കൊടുക്കാതെ ഇടാം, കുഴപ്പമില്ല. പക്ഷേ വെട്ടി കഴിഞ്ഞ് പൂവിൻ്റെ ഈ ചെറിയ തളിരുകൾ വരില്ലേ, ഇങ്ങനെ കൊമ്പിലൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങിയില്ലേ ചെറുത്, അപ്പോൾ ഇതുപോലെയൊക്കെ ഇങ്ങനെ വരില്ലേ, അപ്പോൾ സമയത്തൊന്നും നമ്മളിങ്ങനെ ചെയ്യരുത്. വളട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നന്നായി നനയ്ക്കണം. പൂവുണ്ടായാലും നന്നായി നനയ്ക്കണം കേട്ടോ, അല്ലെങ്കിൽ പൂ വാടുകയും ചെയ്യും, പൂവുമ്മ വെള്ളമായ കൊഴിയും ചെയ്യും. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുത്. ഓക്കെ ട്ടാ.